നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ആറന്മുളയിൽ എന്തായാലും വീണ ജോർജും അബിൻ വർക്കിയും കുമ്മനം രാജശേഖരനും ഏറ്റുമുട്ടുമ്പോൾ ആര് നേടും ആറന്മുള എന്ന ചോദ്യത്തിന് ഒരു പ്രവചനം നിലവിൽ അസാധ്യമാണ്. കാരണം ഓരോ സ്ഥാനാർത്ഥികളുടെയും സാധ്യതകൾ നമുക്ക് ആ അർത്ഥത്തിലാണെങ്കിൽ വിശദമായി തന്നെ വീണ ജോർജിന്റെ ആ കാർഡിൽ വ്യക്തമാണ്. അവർ ആരോഗ്യമന്ത്രിയാണ് മത്സരിക്കുന്നത് മൂന്നാമത്തെ തവണയാണ് മത്സരിക്കുന്നു. ആദ്യത്തെ ജയം 7646 വോട്ടിന് 2021 ഭൂരിപക്ഷം 19,003 ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഒരുപക്ഷെ നമുക്ക് വീണ ജോർജിനെ അറിയാം. തുടക്കത്തിൽ തന്നെ അവർ ഒരു മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ കേരളമാകെ തന്നെ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയ ഒരാളാണ്. അതിനുശേഷമാണ് 2016 ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അവിടെ വലിയ തരത്തിൽ തന്നെ ഒരു പോരാട്ടം ഉണ്ടായതിനു ശേഷമാണ് അവിടെ ശിവദാസൻ നായരെ തോൽപ്പിച്ചുകൊണ്ട് ആദ്യ ഘട്ടത്തിൽ ഈ മണ്ഡലം പിടിക്കുന്നത്. തുടർച്ചയായിട്ട് മണ്ഡലം നിലനിർത്തി കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗമായി പാർലമെന്റിൽ പോലും മത്സരിക്കാൻ CPI തീരുമാനിക്കപ്പെട്ട തരത്തിൽ എനിക്ക് തോന്നുന്നത് വളരെ ചെറിയൊരു കാലയളവിനുള്ളിൽ കരുത്തുറ്റ ഒരു മുഖമായി പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും പറയും ഒരു മന്ത്രിസ്ഥാനത്തേക്ക് ഒരു ഏറ്റവും വലിയ പെർഫോമൻസ് നടത്തിയ ഒരാളുടെ പിൻഗാമിയായി വരിക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം അവരെ കുറിച്ച് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാകും. അതിന് പക്ഷേ അത് നല്ലതും മോശവുമാണ്. ഒരു പരിധിവരെ വീണ ജോർജ് ഇന്ന് കേൾക്കുന്ന വിമർശനങ്ങൾക്കൊക്കെയും കാരണക്കാരി ഒരു പരിധിവരെ ഞാൻ വിശ്വസിക്കുന്നത് മുൻ ആരോഗ്യമന്ത്രിയിൽ ആൾക്കാർക്കുള്ള ഒരു അമിത വിശ്വാസമോ അല്ലെങ്കിൽ ഒരു സ്നേഹമോ അതൊക്കെ ആയിരിക്കും ഈ വിമർശനത്തിന്റെ ഒരു തുടക്കം. എന്തായാലും എനിക്ക് തോന്നുന്നത് അവർ മികച്ച പെർഫോമൻസ് നടത്തിയ ഒരു മന്ത്രിയാണെന്ന് തീർച്ചയായും. കാരണം ആരോഗ്യ മേഖലയിൽ ആരോഗ്യമന്ത്രിയായുള്ള വീണ ജോർജിന്റെ ഓരോ ഇടപെടൽ നമ്മളിപ്പം വിവാദങ്ങളുണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്, വിവാദങ്ങളിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഒരാൾ നല്ലത് ചെയ്താൽ നല്ല ചെയ്തു എന്ന് തന്നെ തീർച്ചയായും നമുക്ക് അറിയാം. അത് എറണാകുളത്ത് ജില്ലാ ആശുപത്രിയിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ സംഭവിച്ചപ്പോൾ അതിന്റെ ഒരു നേതൃതലത്തിൽ അർത്ഥത്തിൽ അത് മാറണമെങ്കിൽ ഒരു ജില്ലാ ആശുപത്രിയൊക്കെ ആ രീതിയിലേക്ക് മാറണമെങ്കിൽ അവർ ആരോഗ്യ വകുപ്പിൽ ഇടപെട്ട ആദ്യം ആശുപത്രികളുടെ പശ്ചാത്തല സൗകര്യ വികസനം കുടുംബാരോഗ്യ കേന്ദ്രമായി ആശുപത്രികൾ മാറുന്നതിന്റെ ഇടപെടൽ അതിന്റെ ഭാഗമായി താലൂക്ക് ആശുപത്രികൾ നല്ല നിലവാരത്തിലേക്ക് പോകുന്നത്, ജില്ലാ ആശുപത്രികൾ നിലവാരത്തിലേക്ക് പോകുന്നത്, പ്രത്യേകിച്ച് അവയവ മാറ്റത്തിന് വേണ്ടി മാത്രം ഒരു ആശുപത്രി എന്നത് ഇന്ത്യയിൽ ആദ്യത്തെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്ന ഒരു ആരോഗ്യമന്ത്രിയാണ്. അത്തരത്തിൽ അവർക്ക് ഒരു അടിസ്ഥാനപരമായി നമുക്ക് ആരോഗ്യ മേഖലയിൽ പറയാൻ പറ്റുന്ന ഈ മാറ്റങ്ങൾക്കൊക്കെ ഇടപെട്ട ഒരു ആൾ കൂടിയാണ്. ആ അർത്ഥത്തിൽ വീണ ജോർജിന് തീർച്ചയായും അതിൽ അഭിമാനിക്കാൻ പറ്റുന്ന അതേപോലെ നമ്മൾ പറയണം ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത് ഒരു ജനറൽ ആശുപത്രിയിൽ അത് നടക്കുന്നത് റെക്കോർഡ് കൂടിയാണ്. കാരണം ആ അർത്ഥത്തിൽ ഏത് കാലത്തും നമ്മൾ അത് ഓർമ്മിക്കും. കാരണം ഇനി അത് നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തും നടന്നാൽ ആദ്യം ഒരു റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ തുടർച്ചയായിട്ട് വരുന്നു എന്നുള്ളതിൽ ആ റെക്കോർഡ് ഇട്ടത് വീണ ജോർജാണ്. ഇപ്പൊ നമ്മൾ ഈ ഗുണങ്ങൾ പറയുന്നതിനൊപ്പം തന്നെ കുറെ വിവാദങ്ങൾക്ക് അതിപ്പം വീണ ജോർജ് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഇതിൽ നമ്മൾ ഈ അവരുടെ പദ്ധതികളെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഹൃദയം പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ആ അർത്ഥത്തിൽ നല്ലത് നമുക്ക് ആ അർത്ഥത്തിൽ പറയാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ വിവാദങ്ങളുടെ കാര്യത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു വിവാദം വരാൻ ഈ സംഭവിച്ചതെല്ലാം ഡോക്ടർമാരുടെ പിഴവുകൾ, അത് കത്രിക ഉൾപ്പെടെ ഹർഷിനയുടെ വിഷയം തൊട്ട് അതിനുശേഷം വിനോദിനിയുടെ കൈ മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം, ആ പെൺകുട്ടിയുടെ 9 വയസ്സുകാരിയുടെ ആ സംഭവങ്ങളൊക്കെ വന്നാൽ അതിനെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് വീണ ജോർജിന് ആ പ്രശ്നം പരിഹരിക്കാൻ കുറച്ചുകൂടി ഇടപെടാമായിരുന്നു. അല്ലെങ്കിൽ വിവാദങ്ങളിൽ കുറച്ചുകൂടി ഇടപെടുന്നതിൽ അവർക്ക് വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും ആ വിവാദങ്ങൾ വലിയ തരത്തിൽ ചർച്ചയാകുന്നത് ചില രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു കഴിവുണ്ട്. ഒരു വിവാദം വന്നാൽ അതിനെ എങ്ങനെ ചിലപ്പോൾ തോന്നലായിരിക്കും ഒരു മാധ്യമ പ്രവർത്തക അതിന്റെ പ്രശ്നം വീണ ജോർജ് അനാവശ്യമായിട്ട് നമ്മുടെ മേൽ കയറാൻ വന്നാൽ ഓഫ് കോഴ്സ് നമ്മൾ പ്രതികരിക്കും. അപ്പൊ നമ്മൾ ഒരു മന്ത്രിയാണെന്നും ജനപ്രതിനിധിയാണെന്നുള്ള കാര്യം ഇതിനെങ്ങനെയാണ് അതിന്റെ ഭാവി എന്ന് ചിന്തിക്കാത്തത് കൊണ്ടാകാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പല വിവാദങ്ങളും ഇപ്പോൾ നമ്മൾ പറയും ഏതെങ്കിലും അഴിമതി ആരോപണം വരികയോ അല്ലെങ്കിൽ നേരിട്ട് വീണ ജോർജ് ഇടപെട്ട് ബന്ധുനിയമനം നടത്തുക അങ്ങനെ ഏതെങ്കിലും വിവാദമാണെങ്കിൽ നമുക്ക് പറയാം. ഇത് പലപ്പോഴും ഈ KSUക്കാരുടെ ആ സമരത്തിന്റെ കാര്യം പോലും ആ സമരം നടക്കുന്നു, അതിനിടയിൽ അവരുടെ കഴുത്തിന് പരിക്ക് പറ്റുന്നു, അതിനിടയിൽ സംഭവിച്ച കാര്യങ്ങളിൽ മറ്റ് രാഷ്ട്രീയക്കാർ പ്രതികരിച്ചത് ഒരുപക്ഷെ MP ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചതൊക്കെയാണ് പിന്നീട് വലിയ തരത്തിൽ ഈ കാരണങ്ങൾക്ക് തന്നെ ഈ കേൾക്കുന്നതിനെല്ലാം കാരണം. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. വീണ ജോർജ് ഇപ്പൊ പഴി കേൾക്കുന്നതൊക്കെ വീണ ജോർജിന്റെ കാലത്തുള്ള സംഭവങ്ങൾക്കല്ല എന്ന് നമ്മൾ പറയണം. കാരണം ഹർഷിന്റെ വയറ്റില് കത്രിക കുടുങ്ങിയതാവട്ടെ, ഉഷാ ജോസഫിന്റെ സർജറി ആകട്ടെ, അതൊന്നും ഇക്കാലയളവിൽ നടന്ന കാര്യങ്ങളല്ല. പക്ഷേ ഒരു പ്രശ്നമായി ഉയർന്നു വരുമ്പോൾ അത് പരിഹരിക്കാമായിരുന്നു. ഇപ്പോൾ ഹർഷീനയുടെ കേസൊക്കെ നടക്കുമ്പോൾ ഞാൻ അന്ന് കോഴിക്കോട് ബ്യൂറോയിലുണ്ട്. അവരുടെ പ്രതികരണം പലപ്പോഴുമായിട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾക്ക് തന്നെ തോന്നും ഇവർക്ക് മന്ത്രിയോട് ഇവർ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, മന്ത്രി ആ സമരപ്പന്തലിൽ പോയിട്ടുണ്ട്, ആശ്വസിപ്പിച്ചിട്ടുണ്ട്, കൂടെയുണ്ട് എന്ന് പറയുന്നു. ഈ റിപ്പോർട്ടുകൾ വരുന്നു, പോലീസിനെതിരെ റിപ്പോർട്ട് വരുന്നു, എന്തായാലും സംഭവിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട്. അതിലൊരു കർശന നടപടി എടുക്കാൻ വേണ്ടി ഇതിന്റെ പ്രശ്നം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്താൽ ഈ തരത്തിലെടുത്താൽ ഇത് സർക്കാരിന് മോശമായി ഭവിക്കുമോ എന്ന് ആ അർത്ഥത്തിൽ ഒരു മോശമായ ചിന്ത അതിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ആലോചിക്കുന്നത്. കാരണം ഒരുപക്ഷെ കർശനമായ നടപടി ആ രീതിയിൽ എടുത്തിരുന്നുവെങ്കിൽ ഈ തരത്തിൽ ഈ വിവാദങ്ങൾ പോകില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും വീണ ജോർജിന്റെ നല്ലതും പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ വലിയ അത് എടുത്തു പറയണം. കാരണം നമുക്കറിയാം സഭ അത് വീണയുടെ കാര്യത്തിൽ മാത്രമല്ല അടുത്തത് ഇപ്പം കഴിഞ്ഞ തവണയൊക്കെ ഓർത്തഡോക്സ് സഭ തുണച്ചത് വലിയ തുണച്ച. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഇപ്പോഴും വന്നിട്ടില്ല, വലിയ ഏതെങ്കിലും തരത്തിൽ എതിർപ്പ് വന്നിട്ടില്ല. പക്ഷെ അതിലേറെ എനിക്ക് തോന്നുന്നത് സഭാ വോട്ടുകളോ മറ്റോ അല്ല, ഒരു ഇടത് നേതാവ് എന്ന തരത്തിൽ വീണ ജോർജിന് ഒരു സ്പേസ് ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് മാറ്റിയ നേതാവും കൂടിയാണ്. ഒരുപക്ഷെ ജയിച്ചാൽ ഇടതുപക്ഷം ജയിക്കുകയും വീണ ജോർജ് ജയിക്കുകയും ചെയ്താൽ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് വീണ്ടും പരിഗണിക്കപ്പെടാവുന്ന ആളുകൂടിയാണ് വീണ ജോർജ്. പിണറായി വിജയന്റെ വലിയ പിന്തുണ ഉള്ള ഒരു നേതാവാണ്. കാരണം വീണ ജോർജിനെതിരെ വലിയ ആക്രമണങ്ങളൊക്കെ ഉണ്ടായപ്പോൾ തന്നെ പ്രതിരോധിക്കാൻ മുന്നിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. മുഖ്യമന്ത്രിയെ തന്നെ നമ്മൾ ഈ കപ്പിത്താൻ എന്ന പരാമർശമൊക്കെ നിയമസഭയിൽ നടത്തിയ ആൾ കൂടിയാണ്. ഇപ്പോഴും പഴി കേൾക്കുന്നുണ്ട് ട്രോളുകളായിട്ട്. ഇനിയിപ്പം അടുത്ത ആളിലേക്ക് വരാം നമുക്ക്. വീണ ജോർജ് കുറെ സമയമായി തോന്നുന്നു. അതെ, ഇനി അബിൻ വർക്കി വരട്ടെ. അബിൻ വർക്കി വരുന്ന സമയത്ത് ഇവിടെ ഈ അബിൻ വർക്കി പറഞ്ഞതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി നിയമസഭയിലേക്ക് കന്നി അംഗമാണ് അബിന്റെ പേര് പലവട്ടം പലയിടങ്ങളിലൊക്കെ സംസാരിച്ചു. ഇപ്പൊ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം തൊട്ട് പലയിടങ്ങളിലും സംസാരിച്ച് പലയിടങ്ങളിലും കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് സ്ഥാനം പോയ ഒരാളുകൂടിയാണ്. യൂത്ത് കോൺഗ്രസിന്റെ മത്സരത്തിൽ അന്ന് വ്യാജരേഖയൊക്കെ ഉണ്ടായ മത്സരത്തിൽ രാഹുൽ മങ്കുട്ടത്തിലിനോട് പരാജയപ്പെട്ടുവെങ്കിൽ കൂടി വോട്ട് കിട്ടിയത് അബിൻ വർക്കിക്കാണ്. നല്ല വോട്ട് കിട്ടിയ ഒരാൾ കൂടിയാണ്. പക്ഷേ അദ്ദേഹം ഉപാധ്യക്ഷൻ എന്ന നിലയിലൊക്കെ ആ പ്രവർത്തനത്തിലുണ്ട്, സമരത്തിലുണ്ടായിരുന്നു. അത് എടുത്തു പറയണം. പലപ്പോഴും നമ്മൾ കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥി എന്നൊക്കെ പലപ്പോഴും യൂത്ത് കോൺഗ്രസിലൊക്കെ ആരോപണം ഉന്നയിക്കാൻ സമീപകാലത്ത് ഏറ്റവും ജനപിന്തുണയുള്ള ഒരു നേതാവ് കൂടിയാണ്. യുവ നേതാക്കളിൽ വളരെ ശ്രദ്ധേയനായ ഒരാളാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അത് തുടർച്ചയായി 10 വർഷം ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് നിരാശരായി നിൽക്കാതെ ആ വിഷയങ്ങളെ എടുക്കുക, ആ വിഷയങ്ങൾക്ക് ഇപ്പോൾ പോലും കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നടന്ന ഈ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിൽ മന്ത്രിയോട് മാത്രമല്ല ഡിവൈഎഫ്ഐയോടും ഡിവൈഎഫ്ഐയുടെ ഫണ്ട് ഉപയോഗിച്ചുള്ള കാര്യങ്ങളിലൊക്കെ മറ്റൊരു നെറേറ്റീവാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ കൂടി അത് ചെയ്യുന്ന ഒരാളാണ്, അത് കൃത്യമായി ഇടപെടുന്ന ഒരാളാണ്, അത് ചർച്ചയായ ഒരാളാണ്. പിന്നെ മാത്രമല്ല ഇപ്പം അബിൻ വർക്കിക്ക് നേരത്തെ അറിയാം താൻ ഇവിടേക്ക് വരും അല്ലെങ്കിൽ പരിഗണിക്കപ്പെടുന്നു. നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പ്ലാൻഡ് ആയിരുന്നു തുടക്കത്തിൽ. കാരണം ആരോഗ്യമന്ത്രിക്കെതിരെ KSUവും യൂത്ത് കോൺഗ്രസും ഈ തരത്തിലൊരു പ്രതിഷേധത്തിന് വരാൻ കാരണം അത് അബിന്റെ കൂടി ഒരു കാരണം ഈ ആരോഗ്യ വകുപ്പിനെതിരെ ഉണ്ടാകുന്ന ഈ ആരോപണങ്ങളുടെ തുടക്കക്കാരനൊക്കെ മിക്കതും അബിൻ വർക്കി ആയിരുന്നു. ഒരു നിത്യ വിമർശകനായിരുന്നു വീണ ജോർജിന്റെ. സർക്കാരിന്റെ എന്ന് തന്നെ പറയാം. പക്ഷേ ഏതായാലും നിയമസഭയിലേക്ക് കന്യാംഗമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓർത്തഡോക്സ് സഭയുടെ പിന്തുണയും ഉണ്ടാകും. ആ അർത്ഥത്തിൽ ഒരു പിന്തുണ ഉള്ള ഒരാൾ തന്നെ. രമേശ് ചെന്നിത്തലയുമായി വളരെ അടുത്ത ബന്ധവുമുണ്ട് അബിൻ വർക്കി. ഗ്രൂപ്പ് പക്ഷേ എനിക്ക് തോന്നുന്നത് പുതിയ കാലത്ത് ഈ ഗ്രൂപ്പ് സമവാക്യത്തിൽ വലിയ തരത്തിൽ യുവാക്കൾ അങ്ങനെ പറഞ്ഞ് നിൽക്കാൻ ശ്രമിക്കാറില്ല. കാരണം ഗ്രൂപ്പിനപ്പുറം നിൽക്കുന്ന VD സതീശനൊക്കെ ഉള്ളപ്പോൾ വല്ലാതെ ഗ്രൂപ്പുകളിലേക്ക് പോകുന്നില്ല. പക്ഷേ രമേശ് ചെന്നിത്തലയുമായി വളരെ അടുത്ത ഒരാൾ കൂടിയാണ്. അങ്ങനെ മോശം പറയാൻ ഇല്ലെങ്കിലും പറയാൻ പറ്റുന്ന ഒന്ന്, വയനാട് ദുരന്തമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് 30 വീട് വെച്ച് കൊടുക്കുമെന്ന് പറയുന്നു. അന്ന് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ മങ്കുടത്തിലാണ്, അന്ന് ഉപാധ്യക്ഷൻ അബിൻ വർക്കിയാണ്. അപ്പം അബിൻ വർക്കിക്ക് നേരെ ഇപ്പോഴും ചോദ്യങ്ങളുണ്ട്. കാരണം ഒരുപക്ഷെ DYFI 20 കോടി കൊടുക്കുന്നു, അവർ 100 വീടിന്റെ ഒരു പങ്കാളിത്തം ഉറപ്പാക്കുന്നു. ആ സമയത്ത് യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം അബിൻ വർക്കി നൽകേണ്ടതുണ്ട്. കാരണം അവർ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ആ വീട് വയ്ക്കുമെന്ന് പറയുന്ന ആ വീട്ടിലൊരു ചോദ്യമുണ്ട്. കാരണം 100 വീട് കോൺഗ്രസ് തരുമെന്നും 30 വീട് യൂത്ത് കോൺഗ്രസ് തരും എന്നതായിരുന്നു വാഗ്ദാനം. ഇത് 130 വീടാണോ അല്ലെങ്കിൽ 100 വീടിനുള്ളിലാണോ ഈ 30 വിടുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗുണഭോക്താക്കൾ ആരാണ് എന്ന കാര്യത്തിലൊന്നും വ്യക്തത ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്തായാലും കോൺഗ്രസിന്റെ വയനാട്ടിലെ വീട് കാര്യത്തിൽ പുനരധിവാസ കാര്യത്തിൽ ഒന്നിലും ഒരു വ്യക്തത ഇതുവരെ ഒരു തറക്കല്ലിട്ടു എന്നല്ലാതെ ഒന്നിലും ഒരു വരും എന്ന് പറയുന്നു. പക്ഷേ ആ കാര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ 10 ദിവസം കൊണ്ട് ആ വീട് വരും എന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടി അതിൽ ഒരു തീരുമാനം ഉണ്ടായില്ല. നമ്മളിപ്പോഴും ആ ഇട്ട തറക്കല് പോലും കാണുന്നില്ല എന്നതാണ് അവിടെയുള്ള യാഥാർത്ഥ്യം. എന്തായാലും അതിനൊക്കെ മറുപടി നൽകേണ്ടി വരും. പക്ഷേ നമുക്കറിയാം ഒരു വാഗ്മിയായ ഒരാൾ കൂടിയാണ്. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളൊക്കെ വിഷയങ്ങളെ കൃത്യമായി പഠിക്കുകയും അത് അവതരിപ്പിക്കാനും കഴിയുന്ന, പിന്നെ എവിടെയെങ്കിലും പെട്ടുപോയാലും അവിടെ നിന്ന് നൈസായിട്ട് ഊരി വരാനുള്ള കഴിവും അബിൻ വർക്കിക്കുണ്ട്. തീർച്ചയായും. എന്തായാലും യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി എന്നൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ പോലും ആ ദേശീയ സെക്രട്ടറി സ്ഥാനം സ്വീകരിക്കണോ വേണ്ടിയോ എന്ന കാര്യത്തിൽ വളരെ വൈകാരികമായി ഒക്കെ പ്രതികരിച്ചത് നമ്മൾ കണ്ടു. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നതും വളരെ മികച്ച ഫൈറ്റ് കൊടുക്കാൻ അബിൻ വർക്കി. അതുകൊണ്ട് അബിൻ വർക്കി എഴുതി തള്ളാനോ ഒരു മന്ത്രിയാണെന്നതോ അല്ലെങ്കിൽ 2 തവണ വീണ ജോർജ് ജയിച്ചു എന്നതോ 20,000-നടുത്ത് നമ്മൾ ആറന്മുള പ്രവചനാതീതമാണെന്ന് പറയുന്നത്. ഒന്ന് വീണ ജോർജിന് അബിൻ വർക്കി കൊടുക്കുന്ന ഫൈറ്റ്. ഇനി അടുത്ത ആളിനെയും കൂടെ നമ്മൾ അബിൻ വർക്കി പോയി നമുക്ക് കുമ്മനം രാജശേഖരൻ വരട്ടെ. അപ്പം ഇനിയിപ്പം വരുന്നത് മൂന്നാമത് BJPയുടെ
കുമ്മനം രാജശേഖരനാണ്. കുമ്മനം രാജശേഖരനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് നോക്കിയാൽ മുൻ ഗവർണറാണ്, RSSന്റെ പിന്തുണയുള്ളതാണ്, DSPയുടെ നേതാവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ BJP എന്ന വാക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നതിന് മുൻപ്, ഒരുപക്ഷെ BJP എന്ന വാക്ക് വരുന്നതിന് മുൻപ് കേരളത്തിൽ ഈ ഹൈന്ദവ സംഘടനകൾ ഉണ്ടായിരുന്നു. ആ ഹൈന്ദവ സംഘടനകളിൽ ഇടപെടലുകൾ ഉണ്ടായിരുന്നു, സമരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ തുടക്കക്കാരൻ ഒരാളാണ് കുമ്മനം രാജശേഖരൻ. അതിൽ RSSന്റെ പിന്തുണ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും RSS എന്ന് തന്നെയാണ്. RSS തീരുമാനിച്ച ആളാണ്. RSS പറഞ്ഞാൽ ഗവർണറാകും, RSS പറഞ്ഞാൽ ഗവർണർ സ്ഥാനം രാജിവെക്കും, RSS പറഞ്ഞാൽ സംസ്ഥാന പ്രസിഡന്റാകും, RSS പറഞ്ഞാൽ സ്ഥാനാർത്ഥിയാകും. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും രാഷ്ട്രീയ ഭേദമന്യേ വോട്ട് വാങ്ങാനുള്ള കഴിവ് കൂടി കുമ്മനം രാജശേഖരൻ. അദ്ദേഹം മത്സരിക്കുമ്പോൾ കുമ്മനം പലപ്പോഴും വോട്ട് പറ്റുന്ന ഒരാളാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ അത് നിലയ്ക്കൽ പ്രക്ഷോഭമൊക്കെ ആയി ആ അർത്ഥത്തിൽ ചിന്തിക്കണം. കാരണം അന്ന് അത് 83-ലാണ്, വളരെ ചെറിയ, അദ്ദേഹത്തിന്റെ വളരെ ചെറിയ പ്രായത്തിലാണ്. എന്തായാലും ആ അർത്ഥത്തിൽ അന്ന് മുതലേ ഇത് സമരം തുടങ്ങിയ ആളാണ്. ആറന്മുളയിൽ വിമാനത്താവള പദ്ധതി വന്നപ്പോൾ അതിന്റെ എതിരെ സമരം നടത്തിയ ആളുകളിൽ ഒരാളാണ്. കാരണം അദ്ദേഹം ഈ ആറന്മുള ഒരു പൈതൃക തരത്തിലൊക്കെ കാണുകയും അതിന്റെ ഒക്കെ സംഘടനാപരമായി നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. സംസ്ഥാനത്തുടനീളമുള്ള BJP പ്രവർത്തകർക്ക് വലിയ, നമ്മൾ പലപ്പോഴും BJPയിൽ പറയുന്നത് ഈ സംസ്ഥാനത്ത് ഗ്രൂപ്പിസം വ്യാപകമായി ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം അതിനെ ഒരു ഒതുക്കി നിർത്താനുള്ള ശ്രമമൊക്കെ നമുക്ക് ഇപ്പോഴും പറയാം. കുമ്മനം ഉള്ള സമയത്ത് കുമ്മനത്തിനെതിരെ വ്യാപകമായ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഇല്ലാത്ത ഒരു നേതാവാണ്. കാരണം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം RSSന്റെ പൂർണ്ണമായ പിന്തുണ കുമ്മനത്തിനുണ്ട് എന്നതാണ്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ശബരിമല വിഷയം, അതിൽ ഏറ്റവും പ്രധാനം ശബരിമല വോട്ട്. ശബരിമല മാത്രമല്ല ജയശ്രീന്ദ്രൻ, എനിക്ക് തോന്നുന്നു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിലപാട് പറയുകയും കുമ്മനത്തിന്റെ ഒരു ഇടപെടൽ എല്ലായിടങ്ങളിലും കാണാൻ. അതിന് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അതൊരു പോസിറ്റീവ് സൈഡ് അതുണ്ട്, മറ്റൊന്ന് മാറാട് കലാപം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ നമ്മൾ വിമർശിക്കപ്പെടുന്ന ഒരു നേതാവ് കൂടിയാണ്. എന്തായാലും ആ തരത്തിൽ അതുകൊണ്ട് കുമ്മനത്തിന്റെ എതിരാളികൾ അത് ഇടതുപക്ഷമായാലും. പിന്നെ ആറന്മുള നേരത്തെ MG രമേശിന് വേണ്ടി പറഞ്ഞു വെച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു. അവസാന നിമിഷം വരെ MG രമേശ് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്ഥലം കൂടിയായിരുന്നു ആറന്മുള. ഒടുവിൽ ലാസ്റ്റ് മിനിറ്റിൽ MG രമേശ് പറയുന്നു ഞാൻ മത്സരത്തിനില്ല എന്ന് പറയുന്നു. അവിടെ അവര് MG രമേശ് ഇല്ലെങ്കിൽ പിന്നെ ആര് ഇവർക്കൊരു ഫൈറ്റ് കൊടുക്കാൻ? അത് കുമ്മനം രാജശേഖരൻ. എനിക്ക് തോന്നുന്നത് കുമ്മനം വരുമ്പോഴുള്ള ഒരു ആദി എന്ന് പറയുന്നത്, ഈ ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ചുള്ള ഒരു ആദി എന്ന് പറയുന്നത്, ആ വോട്ട് പൂർണ്ണമായി കുമ്മനത്തിന്റെ പെട്ടിയിൽ വീഴും. അതെ, BJP വോട്ട് അല്ലെങ്കിൽ BJPക്ക് വരേണ്ട വോട്ട് ഭിന്നിച്ചു പോകാതെ അത് ആ പെട്ടിയിൽ വീഴും. അപ്പോൾ ഉണ്ടാകുന്ന ആ അന്തരമായിരിക്കും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക. കുമ്മനം ഇനി ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്നത് പോലെ ഓർത്തഡോക്സ് സഭയുടെ വോട്ടുണ്ട്, മറ്റു രണ്ട് സ്ഥാനാർത്ഥികൾക്ക് ആ രീതിയിലൊക്കെ സമീകരിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ സഭകൾ ഇപ്പൊ പൂർണ്ണമായിട്ട് ഇപ്പം യാക്കോബായ ഓർത്തഡോക്സ് സഭകളെ മാത്രം നമ്മൾ നോക്കിയാൽ അവരൊക്കെ മനസാക്ഷിയോട്ടിന് ആഹ്വാനം ചെയ്തിരിക്കുന്നവരാണ്. ഇപ്പം ഇന്ന് തന്നെ പറഞ്ഞതനുസരിച്ച് ഈ പള്ളിത്തർക്കത്തിന്റെ കാര്യത്തിൽ യാക്കോബായ സഭ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു മോദി സർക്കാരും കേരള സർക്കാരും നമ്മൾക്ക് വേണ്ടി നല്ല ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം BJPയുമായി നമ്മൾ ഈ പറയുന്നത് സഭയുടെ കാര്യമാണ്. ആ സഭയുമായി BJPക്ക് നിലവിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ലാതെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ വിഷയം ഉണ്ടായപ്പോൾ പോലും അത് പരിഹരിക്കാൻ പോവുകയും സഭ എന്തായാലും BJPയോട് ഒരു പൂർണ്ണമായി എതിർപ്പ് രേഖപ്പെടുത്തുകയും, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെ ഒട്ടും ഫൈറ്റ് ചെയ്യാത്ത സഭകൾ കൂടി. അതുകൊണ്ട് തന്നെ ഇതിൽ സഭാ വോട്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഈ മൂന്ന് സ്ഥാനാർത്ഥികളെയും രണ്ടുപേരും ഓർത്തഡോക്സ് സഭയുടെ ആളെന്ന് പറയുമ്പോഴും ഓർത്തഡോക്സ് സഭയ്ക്ക് ഐത്തമില്ലാത്ത കുമ്മനം രാജശേഖരൻ വരുമ്പോൾ ആ വോട്ടുകൾ എങ്ങനെ അത് വളരെ പ്രധാനമാണ്. എന്തായാലും നമ്മൾ ഈ പറയുന്നത് പോലെ കുമ്മനം ഒരു അട്ടിമറി നടത്തുമോ എന്നതൊക്കെ നമ്മൾ കാണേണ്ടി. എന്തായാലും ആ തരത്തിലൊരു വോട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ആറന്മുള. അവർക്ക് ആ തരത്തിൽ അത് കുമ്മനത്തിൽ വ്യക്തിപരമായി ഒരുപാട് വർഷക്കാലം ആറന്മുള കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു എന്നതുകൊണ്ട് വ്യക്തിപരമായി വോട്ടുകൾ സമാഹരിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമ്മളിപ്പം പത്തനംതിട്ട ജില്ലയാണ് പൊതുവെ പറഞ്ഞെങ്കിൽ ഇപ്പൊ കുമ്മനത്തിരങ്ങ് വിടാല്ലേ? തീർച്ചയായും. ഓക്കെ.